കഴിഞ്ഞ രാത്രി നടന്ന ആക്രമണത്തിൽ സിറിയയിലെ ഹോംസിൽ നിന്ന് വൻപുക ഉയരുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ലതാക്കിയയിലെ തീരപ്രദേശത്ത് സ്ഫോടനങ്ങളുണ്ടായതും ദൃശ്യങ്ങളിൽ കാണാം. പാൽമീറയ്ക്കടുത്തും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. സിറിയൻ വിദേശകാര്യ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. ഇത് അന്താരാഷ്ട്ര നിയമത്തിനും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിനും വിരുദ്ധമാണെന്ന് മന്ത്രാലയം ആരോപിച്ചു. ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സ്ഥിരതയ്ക്കും മേഖലയിലെ സമാധാനത്തിനും നേരിട്ടുള്ള ഭീഷണിയാണെന്നും അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൗൺസിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സിറിയ ആവശ്യപ്പെട്ടു. അതേസമയം ആക്രമണം നടത്തിയെന്ന കാര്യത്തിൽ ഇസ്രായേൽ വ്യോമസേനയുടെ ഭാഗത്തുനിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ മാസങ്ങളിൽ സിറിയയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നിരന്തരം വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ജൂലൈയിൽ സ്വെയ്ദയിലെ ഡ്രൂസ്ബെഡുവിൽ സംഘർഷത്തിനിടെ ആക്രമണങ്ങൾ ശക്തമായിരുന്നു. ഓഗസ്റ്റിലും ഡമാസ്കസിന് സമീപം പല സ്ഥലങ്ങളിലും വ്യോമാക്രമണങ്ങളും റെയ്ഡുകളും ഇസ്രായേൽ നടത്തിയിരുന്നു. 4 ഹെലികോപ്റ്ററുകളിൽ നിന്നിറങ്ങിയ ഇസ്രായേൽ സൈനികർ ഇറാൻ നൽകിയ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ആക്രമണം നടത്തിയിരുന്നു. സിറിയയിൽ നിന്നും പരോക്ഷമായി ഇസ്രായേലിനെതിരെ നിലനിൽക്കുന്ന ഭീഷണികളായ ഇറാന്റെയും തുർക്കിയുടെയും കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യമാണെന്ന് ഇസ്രായേൽ ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.